ഹലോ ഗൈസ്, ഇന്ന് മണക്കാട് ഒരു പരിപാടി ഉണ്ട്. ആദ്യം നമുക്ക് പോയി തൻസീലിനെ വിളിക്കണം. ഓക്കെ, നമ്മളങ്ങനെ തൻസീലിൻ്റെ വീട്ടിലെത്തി. ചെറുക്കൻ തൻസീലേ, എന്താണ് പരിപാടി എന്ന് നോക്കാം. അവനെ തൻസീലേ, ഉറക്കം കാലേ 9:30 പോകാനുള്ളവൻ 9:47 കിടന്ന് ഉറങ്ങണേ ഉള്ളൂ. കുളിക്കാതെ വന്നിരിക്കുകയാണ്. കാലയുടെ പോയി കുളി. പല്ലും തേച്ചോണ്ട് പോവാ. വയറങ്ങ് പോ. കഴിച്ചാ വല്ലതും പോയി കഴിച്ചിട്ടൊക്കെ വാ. ഇതാണ് അവസ്ഥ. കൃത്യനിഷ്ഠയും ബോധമുള്ള ഞാൻ മാത്രമുണ്ട്. പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു. ഇവന്മാര് കാരണം ഞാൻ പിന്നെ ലേറ്റായി തുടങ്ങി. അപ്പോൾ ഇവന്മാർ നേരത്തെ വരാൻ തുടങ്ങി. ഇപ്പം വീണ്ടും ഞാൻ നേരത്തെ വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഇവന്മാർ ലേറ്റായി. 9:30 വന്ന ഞാൻ കിടന്ന് ഉറങ്ങി എണീറ്റ് ഇപ്പം 10:30 10:15 തോരുത്തൻ. ഇറസ്പോൺസിബിലിറ്റി ആത്തോസ്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഷാർജയിലുള്ള ഹസ്ബൻഡിന് വൈഫ് കസ്റ്റമൈസ് ചെയ്ത ഗിഫ്റ്റാണ്. ഡിസൈനൊന്നും കാണിക്കുന്നില്ല. സംഭവം പോണ വഴിക്ക് ഇതോട് കൊടുത്തിട്ട് വേണം പോവാൻ. 9:45 വന്ന് ഞാൻ അവനെ കൊണ്ടിറങ്ങിയപ്പോൾ 10:45. പെട്രോൾ അടിച്ചപ്പോൾ പണി കിട്ടിയടാ. തൻസീലിൻ്റെ SBI ബാങ്കിലാണ് ഈ പ്രശ്നം. സാധനം തൻസീൽ അവൻ്റെ കൊട്ടക്കിലെ ബാങ്ക് വെച്ചിട്ട് പോയാടാ. പാസ്വേഡ് വല്ല നടക്കോ? അയച്ചിട്ടുണ്ടേ. നമുക്ക് ആദ്യം സ്റ്റുഡിയോയിലൊരു പരിപാടി ഉണ്ട്. ഈ ബോയാണ് നമ്മളിവിടെ കാണാൻ വന്നത്. ഈ സാധനം നോക്കൂ. കണ്ട നമ്മളിത് വാങ്ങിച്ച ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതുവരെ അതിനൊന്നും പറ്റിയിട്ടില്ല. ക്വാളിറ്റി ബ്രോ. അങ്ങനെ അമർ സ്റ്റുഡിയോയിൽ നിന്ന് ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കുറേ മേക്കപ്പ് സാധനങ്ങൾ ഇരിക്കും, കുറേ ഉണ്ട്. നമുക്ക് ഈ സെക്ഷൻ അല്ല. ഒരു ചേച്ചി വന്ന് പറഞ്ഞ്, ഒരു ചേച്ചിയല്ല ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞ് വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ല. ഓക്കെ, പക്ഷേ സ്റ്റുഡിയോയ്ക്കകത്ത് വീഡിയോ അലൗഡ് ആണല്ലോ അല്ലേ? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഫോട്ടോ എടുത്തിട്ട് വരാവേ. ഇവിടെയാണ് ഇന്നത്തെ പരിപാടി. വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്തിനാണ് വന്നതെന്ന്. ഈ വണ്ടി നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണ്. ഈ വണ്ടി മാറ്റിയിട്ട് നമ്മൾ ഒരു ദിവസം ഇതേപോലത്തെ ഒരു സാധനത്തിന് എടുക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് കേരളം മൊത്തം തരംഗമായ മെക്കാൻ എന്ന് പറയുന്ന ഒരു BMW ഉണ്ട്. ആ വണ്ടിയുടെ വളയം പിടിക്കുന്ന കപ്പിത്താനെ പരിചയപ്പെടാനും ആ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇതാണ് മിസ്റ്റർ അജു. ഹായ്. കറങ്ങിയിട്ട് വരാവേ. വണ്ടി ഏത് മോഡലാണ് ബ്രോ? 2017 3 സീരീസിനെടുത്ത് നമ്മൾ G80 എന്ന് പറയുന്ന കിറ്റ്. നമുക്ക് വണ്ടി എന്ത് ചോദിച്ചു. M4 G80 കിറ്റ് ചോദിച്ചോളാം. കിറ്റ് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. കാരണം ഈ കിറ്റ് ഫസ്റ്റ് ടൈം ഇറങ്ങുന്നുണ്ടേ, അതിൻ്റെതായ ഒരു എക്സ്പെൻസീവ് ഉണ്ട്. ഇനി കുറെ ഇറങ്ങി തുടങ്ങുമ്പോൾ ചീപ്പാവും. നമ്മുടെ ഫസ്റ്റ് M5 എന്ന് പറയുന്ന കിറ്റായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്ന 5 സീരീസ്. ആ ഫേസ് ലിഫ്റ്റ് എല്ലാവരും ചെയ്യുന്നില്ലേ? അതങ്ങനെ 5 സീരീസ് ഇറങ്ങി 5 സീരീസ് ചവറായി. നമ്മുടെ ഉണ്ട് 5 സീരീസ്. പക്ഷെ ഞാൻ കിറ്റ് ചേഞ്ച് ചെയ്തൊന്നുമല്ല. നമ്മൾ 2019 ആണ്. വൈറ്റ് വെഡിങ് പർപ്പസിന് മാത്രം. ഇതൊരു ആഗ്രഹം. ഇതൊരു ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു കണ്ടറിയാലോ, നമുക്ക് ആ ഗ്രില്ലും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഈ ഒരു വണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കാണല്ലോ. ഞാൻ വന്നപ്പോ പറയുകയും ചെയ്തു നമ്മൾ ഇതേപോലെ എടുക്കും. അതെ, എല്ലാവരുടെ ആഗ്രഹമാണ്. പക്ഷെ ആരും ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാത്ത എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരുപാട് വണ്ടി യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സുകളുണ്ടല്ലോ നമ്മളെ ഈ ഒരു ഗ്രൂപ്പിലുള്ള. പക്ഷെ എല്ലാവരും പറയും ഈ കിറ്റ് എടുത്ത് ചെയ്താൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ചെയ്യണം. ചെയ്യാത്ത മെയിൻ റീസൺ ഒന്ന് എക്സ്പെൻസീവ് ആണ്, 2 ആരും ചെയ്തിട്ടില്ല. ഇതൊക്കെ തായ്വാൻ, ചൈന അവിടെ നിന്ന് വരുന്നതാണല്ലോ. ഇത് കിറ്റ് ഇപ്പം ഞാൻ ഡയറക്റ്റ് ഓർഡർ ചെയ്തെടുത്തേ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചൈനയിൽ നിന്നൊക്കെ നമുക്ക് സാധനം ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പം എന്തെങ്കിലും ആദ്യമായിട്ടൊക്കെ ഓരോ കിറ്റ് ഇറങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആവും.
ഇപ്പൊ ഫസ്റ്റ് ടൈം ഒരു കിറ്റ് വരുമ്പോ ഉള്ള അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ അത് അതിന്റെ ചില ഭാഗങ്ങളൊന്നും മാച്ച് ആവത്തില്ല, ചില പാർട്ടൊന്നും എന്തെങ്കിലും, അതായത് ആദ്യമായിട്ട് വരുന്നതല്ലേ നമുക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് 1-2 അടുത്ത് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതാണ് ഇങ്ങനെ ഫസ്റ്റ് ടൈം നമ്മളെടുത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി കുറച്ച് നാൾ സ്റ്റഡി ചെയ്ത് സാധനം അങ്ങനെ എടുത്തതാണ്. എത്ര ഇയർ എടുത്തു മൊത്തം ബിൽഡ് ചെയ്യാനായിട്ട് ടൈം പീരീഡ്? അല്ല, ഇതില് ടൈം പീരീഡ് സത്യം പറഞ്ഞാൽ ഒരു ബോഡി കിറ്റ് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം വേണ്ട. എല്ലാവരും വർക്ക്ഷോപ്പിൽ 2 മാസമേ പറയുള്ളൂ. ഞാനൊരു 1.5 വർഷത്തിന് മേളിൽ ഈ കിറ്റ് എടുത്തായിരുന്നു. ഫസ്റ്റ് കിറ്റ് എടുത്തു, എന്നിട്ട് ഇതിനു വേണ്ടി ഒരു വണ്ടി ഞാൻ DL രജിസ്ട്രേഷൻ വണ്ടി എടുത്തായിരുന്നു. DL വില കുറച്ചെടുത്തു, കാരണം അത്യാവശ്യം ഇതിന് കാശ് മുടക്കുന്നുണ്ട്. DL രജിസ്ട്രേഷൻ ഒരു വണ്ടി എടുത്തു, അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോഴേക്കും ആ വണ്ടിയുടെ NOCയുടെ കുറച്ച് ഇഷ്യൂ, പിന്നെ വണ്ടി കുറേ മെയിൻ്റെനൻസ്. കാരണം നമ്മളിതിൽ എന്തായാലും ഒരു 10 ലക്ഷം രൂപ ഇതിൽ ഇറക്കും എന്നുള്ളൊരു മൈൻഡ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ചെറിയ പൈസയ്ക്ക് ബിൽഡ് ചെയ്യാൻ മാത്രം 10 അല്ലേ വണ്ടി എടുത്ത്. ഈ വണ്ടി രണ്ടാമതാ പ്ലാൻ. ആദ്യം ആ വണ്ടി എടുത്ത അതൊരു 6.5 രൂപയ്ക്ക് കിട്ടി. NOCയുടെ കുറച്ച് ഇഷ്യൂ ഉണ്ട്, വണ്ടി ഫുൾ മെയിൻ്റെനൻസിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചീപ്പറായിരുന്ന ഒരു വണ്ടി എടുത്ത് 10 ലക്ഷം രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ആ വണ്ടി കംപ്ലൈൻ്റ് ആയി ഡെഡായി പോകും, നമ്മളതിന് ബാധിക്കും. നമ്മുടെ എനിക്കുള്ളൊരു എക്സ്പീരിയൻസാണ്. മുമ്പ് നമ്മൾ റേറ്റ് കുറഞ്ഞിരിക്കാൻ വേണ്ടി വണ്ടികൾ ചെയ്യുമ്പോൾ നമുക്കത് നെഗറ്റീവ് വരും. അതായത് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് പലർക്കും നമ്മൾ അറിയാവുന്നതുകൊണ്ട് നമ്മളെ വണ്ടി എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ അറിഞ്ഞുകൂടെങ്കിലും. അപ്പോൾ നെഗറ്റീവ് വരും, അങ്ങനെ നമുക്കൊരു ഇതുണ്ട്. അതുകൊണ്ട് ആണ് അവിടെ കിടക്കുന്ന കൂപ്പറും BM ആ ജാഗൂറും ഒക്കെ ഞാൻ മാക്സിമം ലോൺ ഇട്ട് നമുക്ക് കുറച്ച് EMI കൂടിയാലും കുഴപ്പമില്ല, ഒരു നെഗറ്റീവ് വരാത്ത രീതിയിൽ. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ എന്തായാലും എടുത്തു പോയെന്ന് പറഞ്ഞാൽ ആ വണ്ടി സൈഡാക്കിയിട്ട് പിന്നെ വീണ്ടും ഈ അടുത്ത് 3 സീരീസ് നോക്കുമായിരുന്നു. 3 സീരീസിന്റെ പ്രത്യേകത കുറച്ച് ഡിമാൻഡ് ഉണ്ട്. ഈ 5 സീരീസിന് ചീപ്പ് റേറ്റിന് കിട്ടും. ചീപ്പ് റേറ്റ് മീൻസ് അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടും. ഇപ്പം നിലവിൽ പ്ലാനൊന്നും ഇല്ല, ഉള്ള ചെറിയ 1-2 പ്ലാനുകളുണ്ട്. അത് ഉള്ള വണ്ടി വെച്ച് ആ 3 സീരീസിൽ വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇതിനു വേണ്ടി എടുത്ത 3 സീരീസ് ഇപ്പോഴും എൻ്റെ ഉണ്ട്. ഈ ഒരു ഒറ്റ വണ്ടിയിൽ ആർക്കും നമുക്ക് എല്ലാവർക്കും അറിയത്തില്ല, നമ്മൾ ഈ വെട്ടി ഫീൽഡാണ്. അതെ, പാസ്സാണ്, പാസ്, അതെ, ഫ്രീ പാസ് കാണിക്കണം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഉടനെ ബാബ്സ് ഓൾറെഡി കിറ്റ് ഇറക്കിയപ്പോൾ നേരെ ബാബ്സിൻ്റെ കൊടുത്തിരുന്നു. ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു, ബാബ്സും വെയിറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് ടൈം അവർ ഇങ്ങനത്തെ ഒരു ബോഡി കിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് വണ്ടി ഇറക്കി ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ഇതിലോട്ട് എത്തിയത്. ബാബ്സ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയി. പിന്നെ ഇതിൽ എയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എയർ വേറെ സ്ഥലത്ത് നിന്നാണ് ചെയ്തത്, അത് ബാബ്സ് അല്ല ചെയ്യുന്നത്. ബാബ്സ് ബോഡി കിറ്റും പെയിന്റിങ് കസ്റ്റം വർക്കൊക്കെയാണല്ലോ. അത് വീണ്ടും കൊല്ലത്ത് കൊണ്ടുവന്ന് അത് ചെയ്യാൻ 2.5-3 പോയി. അതെ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും കുറെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിനു വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. നമുക്കറിയാത്ത പരിപാടി, നമുക്ക് വണ്ടി ഫീൽഡ് ആണെങ്കിലും നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഇതിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഗ്യാപ്പിനുള്ളിൽ നമ്മൾ ഇന്ന സാധനം എടുക്കണം, ഇത്ര അലയുണ്ടെങ്കിൽ അടുത്ത വർക്ക് തുടങ്ങണമെന്ന് പറയും. പിന്നെ പെട്ടെന്ന് അലോയിനുള്ള ഓട്ടമാണ്, പിന്നെ കിട്ടിയ അലോയ് കയറ്റി, അങ്ങനെയൊക്കെയാണ് കുറെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിരുന്നു. പിന്നെ ചെയ്യാം അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇതിന്റെ ഇന്റീരിയറിൽ ഞാനൊരു 2 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. അത് ചെയ്യാത്ത റീസൺ ഞാൻ വിചാരിക്കുന്ന ആ പൈസ അടുത്ത വണ്ടിയിലോട്ട് ചെയ്യാം, അങ്ങനെയുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അടുത്ത് ഇല്ല, നിലവിലുള്ള വണ്ടി ചെയ്യാന്നുള്ള രീതി. മറ്റേ 3 സീരീസ് ഉണ്ട്, അതൊരു ഷോർട്ട് ടൈപ്പ് ആയിട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഓട്ടോ ഷോയ്ക്ക് മെയിൻ ആയിട്ട് പോകുന്ന ഇതും മിനി കൂപ്പറും. ബാക്കിയുള്ളതെല്ലാം വൈറ്റ് സ്റ്റോക്ക് വണ്ടിയാണ്, അതായത് സ്റ്റാൻഡേർഡ് സാധനം നമുക്ക് വെഡിങ്ങിനൊക്കെ ഓടാനുള്ള പ്ലാനിൽ യൂസ് ചെയ്യുന്ന വണ്ടികളാണ്. എത്ര വർഷമായി ഫീൽഡിൽ? ഒരു 12 വർഷമായി. എനിക്ക് റെന്റ് കാറിന്റെ പരിപാടിയിൽ ഞാൻ തുടങ്ങിയതാണ്. കാർ അക്സസറീസിന്റെ പരിപാടി ഉണ്ടായിരുന്നു. റെന്റ് കാർ എനിക്കൊരു 10-20 വണ്ടിയുണ്ട്. അതായത് നമ്മൾ വിത്തൗട്ട് ഡ്രൈവർ കൊടുക്കുന്ന ക്രിസ്റ്റ, ഇന്നോവ, XUV അങ്ങനെ കുറച്ച് വണ്ടികൾ, നോർമൽ കാർസ്. അതായത് ഇത് ഉൾപ്പെടെ പ്രീമിയം കാർ ഉൾപ്പെടെ ഒരു 22 വണ്ടിയോളം എനിക്കുണ്ട് ടോട്ടൽ. ഇത് തന്നെയാണ് മെയിൻ ബിസിനസ്. ഇതിൽ വണ്ടികൾ കൂടുന്നതിനനുസരിച്ച് തലവേദനയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ, അതായത് 5 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ബാക്കി 10 ദിവസം ഉറങ്ങും. ആ ഒരു സീനില്ല. ഇപ്പം സീസൺ സ്റ്റാർട്ട് ചെയ്തു, അതായത് സ്കൂള് അവധിയല്ലേ. ഈ കഴിഞ്ഞ 2 മാസത്തോളം നമുക്ക് ഡൗൺ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഷോക്ക് കയറി ഓടും. ഷോക്ക് ഓടുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ പേയ്മെന്റ് ഒന്നും കിട്ടത്തില്ല, പേയ്മെന്റ് ഒക്കെ കുറവായിരിക്കും. പക്ഷെ നമുക്കൊരു ഐഡന്റിറ്റി നമ്മുടെ അറിയപ്പെടും, ഇൻസ്റ്റയിൽ കയറും, എല്ലാ കോളേജിലും എല്ലാവരും അറിയും, ഫോളോവേഴ്സ് കയറും.
പാസ്സാണേ. നിങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണോ ഇത്? അല്ല, ഷോർട്സ് ഇടാറുണ്ട്. ഫസ്റ്റത്തെ ലോങ് വീഡിയോ വീഡിയോയില് തുടങ്ങാന്ന് വിചാരിച്ചു. തുടങ്ങുമ്പോ മെയിൻ കാര്യം ഇതാണ്, നമ്മൾ അതിന്റെ പിറകെ നിൽക്കണം. യൂട്യൂബ് വീഡിയോ ആയാലും എനിക്ക് തോന്നുന്നു റീൽസ് ചെയ്യുന്നതിന്റെ അത്ര എളുപ്പമല്ല, ഷോർട്സ് ചെയ്യുന്നതിന് അത്ര എളുപ്പമല്ല. മെയിൻ കാര്യം നമുക്ക് കോപ്പിറൈറ്റ് വരാതെ നോക്കണം. നമ്മൾ ഇടുന്ന മ്യൂസിക് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെയാണോ ചെറിയൊരു വണ്ടി കാണാൻ വേണ്ടി കുറച്ച് പേർ ഫോട്ടോ എടുക്കാൻ ഇറങ്ങി. വണ്ടിക്ക് ഫാൻസ്. എന്തിനാ കില്ലാടീസ്. വണ്ടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കളർ എങ്ങനെയുണ്ട്? വണ്ടി എങ്ങനെയുണ്ടോ കുട്ടാ? കൊള്ളാം. തിരിച്ച് വീട്ടിലോട്ട് പോവാ. മനസ്സിലെ ചോദ്യം, നിന്റെ ആഗ്രഹം പറ. പുള്ളിയുടെ അടുത്ത് പറ. വണ്ടിയുടെ ചോദ്യം കേട്ടാ? ചോദ്യം കേട്ടാ? മെക്കാൻ കൊടുക്കുന്നതാണ്. അതാണ്. നീ നിന്റെ മറ്റേ ആഗ്രഹം പറ. അഥവാ ഇപ്പം നമുക്ക് ഏതെങ്കിലും BM അങ്ങനെ എടുക്കേണ്ടി നമുക്ക് ഭയങ്കര കോണ്ടാക്ട് ആയിട്ടൊന്നുമില്ല, എന്നാലും നമ്മളാൽ കഴിയുന്ന നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് തരാം. നമ്മൾ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ അറിയാമല്ലോ വണ്ടികളെടുത്ത് പണികളെടുക്കണം. ഞാൻ ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്കും വണ്ടികളെടുത്ത് പണികൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് ഈ ഒരു സാധനം. ഇത് മൂന്നും ആ വണ്ടി പണിക്ക് മുന്നേയും, അതായത് പണിയാൻ മുമ്പേ എടുത്തപ്പോഴും ഒരുവിധ മോഹവില കൊടുത്താണ് എടുത്തത്. അതിന്റെ ഒരു ഡിഫറൻസ്, നമ്മൾ വണ്ടി എടുത്ത് കൊണ്ട് നടക്കുന്ന സമയത്ത് ഓരോ പണികളായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് പ്രീമിയത്തിന്റെ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ചില സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു നല്ലൊരു ശതമാനം എമൗണ്ട് വരും. അപ്പം നമ്മൾ തകർന്നു പോകും. സ്വാഭാവികം നമുക്ക് EMI ഉണ്ട്. 1-2 മാസമൊക്കെ വർക്ക്ഷോപ്പിൽ കയറി കിടക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആവും. കാരണം അതിന്റെ EMI പോട്ട് നമ്മളൊരു കുറേ വർക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നടുത്ത് വെഡിങ് കൊടുക്കാം, ഇന്നടുത്ത് വെഡിങ് ഓട്ടം കൊടുക്കാം. നമ്മൾ ആ സമയമാകുമ്പോൾ അവരെ വിളിച്ചിട്ട് വണ്ടി ഇല്ല, വേറെ വണ്ടി തരാമെന്ന് പറയുമ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് നന്നായിട്ട് ബാധിക്കും. പിന്നെ ഈ ഒരു ജാഗൂർ ആയാലും ഇവിടെ ഇപ്പൊ പൊടിയടിച്ച് കിടക്കുന്നേ ഉള്ളൂ, നമുക്ക് ഓട്ടം കുറവാണ്. ഈ ഒരു ജാഗൂർ ആയാലും ട്രിവാൻഡ്രത്ത് വെഡിങ് ഓടുന്നത് ഇപ്പൊ നമ്മുടെ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ഒരു മോഡൽ ഇത് 2017 ശേഷമുള്ള മോഡലാണ്. ഈ മോഡൽ ട്രിവാൻഡ്രത്ത് വെഡിങ് ചെയ്യുന്ന നമ്മൾ മാത്രമേ, വെഡിങ് ചെയ്യുന്നവർ, അതായത് പുതിയ മോഡൽ ട്രിവാൻഡ്രത്ത് വെഡിങ് ചെയ്യുന്ന നമ്മളെ മാത്രമേ ഉള്ളൂ. ഇത് ആ സാധനം കൺവേർട്ടബിൾ മിനി കൂപ്പർ കൺവേർട്ടബിൾ ട്രിവാൻഡ്രത്ത് വെഡിങ് ചെയ്യുന്ന, അതായത് മിനി കൂപ്പർ കൺവേർട്ടബിൾ ട്രിവാൻഡ്രത്ത് വേറെ ആരുടെ ഇല്ലെന്നല്ല, വേറെ ആൾക്കാരടുത്ത് വിരലെണ്ണാന്ന രീതിയിലുണ്ട്. പക്ഷെ വെഡിങ്ങിന്, അതായത് നമ്മുടെ ഈ ഫീൽഡ് വെഡിങ് റെന്റല് ഇങ്ങനെ ഫോട്ടോഷൂട്ടിനും സിനിമ ഫീൽഡ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് ഇതും പിന്നെ ആ സാധനം അറിയാലോ. പിന്നെ ഇത് ഇപ്പൊ നിലവിൽ 1-2 വേറെ 1-2 ടീമിന്റെ അടുത്തുണ്ട്. 2019 മോഡൽ ഇന്റീരിയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഇന്റീരിയർ ഒരു വർക്ക് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം സ്റ്റോക്കാണ്. കല്യാണത്തിന്റെ വർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്തു. ഇതിന്റെയൊക്കെ ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് അകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിലെ കൂടെ ഓടിച്ചാൽ തുടങ്ങാൻ പറ്റുമെങ്കിൽ ഫ്രണ്ട് കയറുന്നല്ലേ. സ്ഥലമാണ് കൂടെ പ്രശ്നം. വണ്ടിയുടെ സ്ഥലമില്ല. വണ്ടികളെല്ലാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ ഇപ്പൊ ആ മിനി കൂപ്പർ ഒന്ന് പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതാണ് എന്റെ സ്ഥിരമുള്ള പ്രശ്നം. ഞാൻ അതുകൊണ്ട് ഏകദേശം ആ പകുതി വരെ വണ്ടി ഇടാം. കാരണം ഈ വീട്ടിൽ ആളില്ല, ഈ പരിസരം കാലിയായിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് അതുവരെ വണ്ടി ഇടാം, ആരും ചോദിക്കില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മിനി കൂപ്പറോ അല്ലെങ്കിൽ ഈ ഒരു ജാഗുറോ എടുക്കുന്നെങ്കിൽ ഇത്രയും വണ്ടി ഞാൻ നിന്ന് മാറ്റാം. ഇത്രയും വണ്ടി ഞാൻ റോഡിൽ ഇറക്കേണ്ടി വരും. 1-2 വണ്ടികൾ ഇടവഴി കയറ്റാം, 1-2 റോഡിൽ ഇറക്കണം. ഇതെല്ലാം എടുത്താലേ പറ്റുള്ളൂ. അത് ചെയ്യുമ്പോൾ തന്നെ കുറഞ്ഞ അരമണിക്കൂർ എടുക്കും, നമ്മൾ തളരും. മാക്സിമം നിങ്ങൾ ആൾക്കാർ ഇപ്പം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനി കൂപ്പർ ബുക്ക് ചെയ്യുക. പുള്ളി കുറച്ച് വർക്ക് കുറച്ച് കൂടുതൽ. നമ്മൾ തലേന്ന് രാത്രി, ഇപ്പൊ നാളെ വെഡിങ് ആണെങ്കിൽ തലേന്ന് വർക്ക് ഉണ്ടെങ്കിൽ വണ്ടി എടുത്ത് പുറത്തിടൂലേ, തലേന്ന് രാത്രി സെറ്റ് ചെയ്ത് തരും. നമ്മൾ 1-2 ഫിലിംസിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തമിഴ് മൂവീസിന് നമ്മൾ സ്ഥിരം ഒരു ടീമിനെ കൊടുക്കുന്നുണ്ട്.
തൂത്തുക്കുടി. ആ സിനിമ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നുണ്ട്, ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് മൂവിയാണ്, അറിയായിരിക്കും. മറ്റേ ലെജൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. ആ പുള്ളിയുടെ ലീഡർ എന്ന് പറഞ്ഞ അടുത്ത പടം ഇറങ്ങണം. പുള്ളി ഒരു കോമഡി ടൈപ്പാണ് പുള്ളി. ലെജൻഡ് മനസ്സിലായോ? അത്യാവശ്യം അത് തന്നെ ആ പുള്ളിയാണ്. കാശുള്ളതുകൊണ്ട് പുള്ളി ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലെജൻഡിനേക്കാൾ ഈ പടം നല്ല രീതിയിൽ നല്ലൊരു ഡയറക്ടറാണ് ചെയ്യുന്നത്. അടിപൊളി പടമായിരിക്കും. കാരണം മാക്സിമം ഫണ്ട് ഇറക്കി അവര് വേറെ എവിടെയൊക്കെയോ പുറരാജ്യത്ത് എവിടെയൊക്കെയോ പോയി എവിടെയൊക്കെയോ പോയി. ഫസ്റ്റ് പടത്തിന് കുറെ കിട്ടിയത്. അതെ, നമ്മുടെ ഈ വണ്ടി 2-3 വണ്ടികളൊക്കെ ആ സിനിമയിലുണ്ട് ഷൂട്ടിൽ. ബ്രോ നമുക്ക് ആ ഗിഫ്റ്റ് കൂടെ സെറ്റ് ചെയ്യാം. കുറച്ച് കൂടുതൽ ദിവസമായിട്ട് വെയിറ്റിംഗ് ആണ്. ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സമയപരിധി കാലാവധി അപ്പം ബ്രോ എന്തായാലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ അതൊക്കെ പറയാം. പിന്നെ നിങ്ങൾ ഓട്ടോ ഷോ, റെന്റ് കാർ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അജ്ബ്രോയെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ടോ അല്ലാതെയുള്ള പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വെല്ലോ സോഴ്സിനെ കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ ഇതാണ് നമ്മളെ മെക്കാന്റെ കപ്പിത്താൻ. ഇനി ആരും കണ്ടില്ല എന്ന് പറയുന്നത് പുള്ളിക്ക് ഭയങ്കര വിഷമം. വണ്ടിയെ മാത്രം ആൾക്കാർ തിരിച്ചറിയുന്നുള്ളൂ, എന്നെ അറിയത്തില്ല അത്. അപ്പൊ നമ്മളെ വണ്ടി എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ അറിഞ്ഞൂടെങ്കിലും വണ്ടി അറിഞ്ഞാൽ മതി. വണ്ടിയിലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, നമ്മളൊരിടത്തും പുറത്തൊന്നും അങ്ങനെ അധികം. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യം തന്നെ പറയുന്നുണ്ടാവും. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ശീലമില്ല, ശരിയാക്കാം, അടിച്ചൊക്കെ പൊട്ടിക്കുക. ടാറ്റ ബൈ. ഓക്കെ ബൈ. മനസ്സിലെ പറ, നമ്മളിന്ന് എവിടെ പോയാ? നിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നല്ലേ അത്? ഓക്കെ, അപ്പൊ ഈ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ വണ്ടിയുടെ ഓണറിനെ വിളിച്ചതാരി, ആ പുള്ളിക്കാരനോട് സംസാരിച്ചാരി, ആ പുള്ളിക്കാരനെ കണക്ട് ചെയ്താരി, ആ ലൊക്കേഷൻ സെറ്റ് ചെയ്താരി, ഇന്ന് കാണാന്ന് പറഞ്ഞതാരി, പക്ഷെ നിന്നെ വണ്ടി കൊണ്ടുപോയതാരി ഞാൻ. അപ്പൊ ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക. ഞാൻ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ സഹായിക്കുന്നതായിരിക്കും.